96 പേര് ഇവിടെ മരിച്ചു. മരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു പ്രദേശം കാണാൻ പോകാനായിട്ട്. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ യാത്രയിൽ ഭൂതത്താൻകെട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. അന്നത്തെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇഞ്ചത്തൊട്ടി എന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന്. പക്ഷേ നമുക്ക് പോകാനായിട്ട് സാഹചര്യം ഒത്തില്ല. അതിനുള്ള പ്രധാന കാരണം മഴ തന്നെയായിരുന്നു. മഴ കാരണം നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇഞ്ചത്തൊട്ടിയിലേക്കാണ്. ഇന്നത്തെ യാത്ര ആരംഭിച്ചത് നേര്യമംഗലത്ത് നിന്നാണ്. നേര്യമംഗലത്ത് നിന്ന് ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള വഴിയാണ്. വനപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തു കൂടിയാണ് നമ്മൾ കടന്നു പോരുന്നത്. അങ്ങനെ നേര്യമംഗലത്ത് നിന്ന് വനത്തിലൂടെ വനത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ആ കാടൊക്കെ കടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വളരെ യാദൃശികമായിട്ട് ഒരു മുനിയറ കണ്ടു. അങ്ങനെ നമ്മൾ വാഹനം അവിടെ നിർത്തി. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ആയിക്കോട്ടെ ഇന്നത്തെ ഇൻട്രോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ മുനിയറ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലേ സാറേ? അതെ, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു മുനിയറ കണ്ടു. മുനിയറ കണ്ടതുകൊണ്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തി ഇവിടെ ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചത്തൊട്ടിയാണ്. നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ഈ മുനിയറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നേ നമ്മുടെ പല വീഡിയോകളിലും മുനിയറകളെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. അതിൽ ഒന്ന് മറയൂരിലുള്ള മുനിയറകൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ മുന്നേ പരിചയപ്പെടുത്തിയിരുന്നത് മാമലക്കണ്ടത്തുള്ള മുനിയറയാണ്. അവിടെ ഒരു മുനിപ്പാറ എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിൽ ഉള്ള മുനിയറകളും നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇവിടെയും ഒരു മുനിയറകൾ ഉണ്ട്. അപ്പോൾ ഈ മുനിയറകളെ സംബന്ധിച്ച് നമ്മൾ ആ വീഡിയോകളിലൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ പഴയ നമ്മുടെ മാമലക്കണ്ടം വീഡിയോയും മറയൂർ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അതിനെ സംബന്ധിച്ചിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ മുനിയറകളെക്കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ പഴയ ശിലായുഗത്തിൻ്റെ ശേഷിപ്പുകളാണ് മുനിയറകളൊക്കെ തന്നെ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് വനപ്രദേശങ്ങളിലൊക്കെ ഈ മുനിയറകളുണ്ട്. പഴയകാലത്ത് അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. ചിലർ പറയും മുനിമാർ തപസ്സിരുന്ന സ്ഥലമാണ് ഈ മുനിയറ എന്ന്. പിന്നെ മറ്റൊരു വ്യത്യസ്തമായ അഭിപ്രായം ഒരു ബെറിയൽ പ്ലേസ് ആണ്, അതായത് മൃതശരീരങ്ങൾ അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം കൂടിയാണെന്ന്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ അതിനെക്കുറിച്ചുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശിലായുഗ കാലത്ത് തൊട്ട് നമ്മുടെ കേരളത്തിൽ മനുഷ്യ സാന്നിധ്യവും മനുഷ്യൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വനപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു വന്ന വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ മുനിയറയെക്കുറിച്ച് പറയാനാണെങ്കിലും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നമ്മുടെ ബാക്കി യാത്ര തുടരാം ഇഞ്ചത്തൊട്ടിയിലേക്ക്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വളരെ മനോഹരമായിട്ടുള്ളൊരു തൂക്കുപാലമാണ്. അതൊരു വളരെ ദൃശ്യഭംഗിയാർന്നതും പെരിയാർ നദിയുടെ കുറുകെ അങ്ങേപ്പുറം കീരമ്പാറ പഞ്ചായത്തും നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തുമാണ്. കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായിരുന്നു ഇത് നിർമ്മിച്ച സമയത്ത്. ഇതിൻ്റെ നീളം 183 മീറ്ററാണ്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 1.4 മീറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിർമ്മിച്ച സമയത്ത് ഏറ്റവും വലിയ തൂക്കുപാലമായിരുന്നു. പിന്നീട് അയ്യപ്പൻകോവിൽ തൂക്കുപാലം നിർമ്മിച്ചതോടുകൂടി ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ 1ാം സ്ഥാനം ഇല്ലാതാവുകയാണ് ഉണ്ടായത്. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും ഇഞ്ചത്തൊട്ടി തൂക്കുപാലമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ശരിയല്ല. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 200 മീറ്ററാണ്. പക്ഷേ ഇവിടെ 183 മീറ്റർ മാത്രമാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അയ്യപ്പൻകോവിൽ തൂക്കുപാലമാണ് കേരളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്നത്. ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം എറണാകുളം ജില്ലയിലുള്ളതാണ്. നേര്യമംഗലത്തിനും തട്ടേക്കാട്ടിനും അടുത്ത് വനത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇഞ്ചത്തൊട്ടി. ഇവിടെ ഏകദേശം ഒരു 100ഓളം കുടുംബക്കാർ ജീവിക്കുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന സ്ഥലവാസികളുടെ പ്രതിസന്ധി ഈ പറഞ്ഞ ആനശല്യമാണ്. ആന ധാരാളം ഇവിടെ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ കാണാനായി. സ്ഥലവാസികളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അവർക്ക് ഒരു നിവൃത്തിയില്ല, തെങ്ങ് വാഴയും ഒന്നും കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു നിവൃത്തിയില്ല, ആന വന്ന് എല്ലാം നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന പരാതി. നമ്മൾ മുന്നേ നമ്മുടെ ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ
ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച്. അപ്പോൾ പല സ്ഥലങ്ങളിലും മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വളരെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടിയിലെത്തിയപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞത്, നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം കാരണം ധാരാളം സ്ഥലവാസികളൊക്കെ ഇവിടെ നിന്ന് വീടുകളൊക്കെ വിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ തന്നെ ധാരാളം വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അതൊക്കെ. ഇപ്പോൾ ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ താഴെയായിട്ട് പെരിയാർ നദിയുടെ തീരത്തായിട്ട് ഒരു ചെറിയ കടയുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ആവശ്യാർത്ഥമാണ് ഈ കട സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ഗ്രാമവാസിയാണ് ഈ കട നടത്തുന്നത്. നമുക്ക് ആ കടയിലേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ച് നമ്മൾ ദാഹശമനം വരുത്തിയിട്ട് നമുക്ക് മറ്റു കാഴ്ചകളൊക്കെ കാണാം. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നാരങ്ങ വെള്ളം, സോഡ നാരങ്ങ വെള്ളം ഉണ്ടോ? ഉപ്പ് മധുരം ഇട്ട് തരാൻ പറ്റുമോ? ആ, അപ്പോൾ അനിൽ സാറ് സോഡ നാരങ്ങളും കുടിച്ചു. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഔഷധക്കൂട്ടൊക്കെ ഇട്ട് സോഡാലയം മേടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇഞ്ചിയുണ്ട്, അതോടൊപ്പം തന്നെ നെല്ലിക്ക ഉണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ മുളകുണ്ട്, ഇതൊക്കെ തന്നെ, ജാതിക്കയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത ഒരു ഔഷധക്കൂട്ടിട്ട സോഡാലയമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ സാറ് പഞ്ചസാര ഇട്ടുകൊണ്ടാണ് സോഡാലിക്കകത്ത് ഇതൊന്നും ഇടാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞവർ. ഇടുന്നതിന് കുഴപ്പമില്ല, ടേസ്റ്റ് ഒരുപാട് വ്യത്യാസം വരും പറഞ്ഞു. ഏറ്റവും നല്ലത് ഉപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും വെറൈറ്റി ഒരു സാധനം അടിച്ചിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ യാത്ര ചെയ്ത് കുടിച്ചതിൽ ഏറ്റവും നല്ല സോഡാ നാരങ്ങകളാണ്. എന്തായാലും ഈ ഒരു സോഡാ നാരങ്ങകളൊക്കെ കുടിച്ച് ഇഞ്ചത്തൊട്ടി ഈ തൂക്കുപാലത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ മലയുടെ താഴ്വാരത്തിലൂടെ ഒഴുകി വരുന്ന ആ പെരിയാർ നദിയും അതിന് കുറുകെയുള്ള ഈ ഒരു തൂക്കുപാലമൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഇനി വെക്കേഷനൊക്കെയാണ് വരുന്നത്. ഈ ഓണസമയമൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ ഏറ്റവും അടുത്ത് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത ഭൂത്താൻകെട്ട്, കുട്ടമ്പുഴ, മാമലക്കണ്ടം, പിന്നെ ഇതിനോട് ചേർന്ന് പാണേലിപ്പോര് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പോകുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെയാണ് നമ്മളിനി അടുത്തായിട്ട് കാണാനും പോകുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തെ ഒരു 1 ഡേ ട്രിപ്പ് നടത്താൻ പറ്റിയ സ്ഥലമാണ്. ഓണക്കാല സമയങ്ങളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കുടിക്കാം. കുടിച്ചിട്ട് നമുക്കിനി ബാക്കി യാത്ര തുടരാം. നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ദാഹശമനമൊക്കെ വരുത്തിയതിന് ശേഷം ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഇരുവശങ്ങളിലും ഉള്ളത്. അതോടൊപ്പം തന്നെ മുൻവശത്തും പിൻവശത്തും ഒക്കെ മനോഹരമായ കാഴ്ചകളാണുള്ളത്. ഇവിടെ പെരിയാർ ഇങ്ങനെ സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ച കാണാം. ഇവിടെ പെരിയാറിന് നല്ല വീതിയാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലും പുറകിലുമായിട്ടൊക്കെ നല്ല മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ വളരെ അതിമനോഹരമായ ഒരു ദൃശ്യഭംഗിയാർന്ന ഒരു കാഴ്ചയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നാണ് ഇഞ്ചത്തൊട്ടി. ഇപ്പോൾ അതിൻ്റെ സ്ഥാനം പോയി. ഇപ്പോൾ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിനാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളത്. എന്നാലും അയ്യപ്പൻകോവിലുള്ളതിനേക്കാളും വളരെ മനോഹരമായ ദൃശ്യഭംഗിയാണ് ഈ തൂക്കുപാലത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഈ പാലത്തിൻ്റെ മനോഹാരിതയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഈ പാലം ആണ്. ഈ എറണാകുളം ജില്ല മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എങ്ങ് നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള ഫ്രെയിമാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഈ സ്ഥലം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. അങ്ങനെ നമ്മൾ പാണിയേലിപ്പോര് എന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പാണിയേലി പോര് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായിട്ട് കല്ലുകൾ പാകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു പ്രദേശം കാണാൻ പോകാനായിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് ഇടാനായിട്ട് സാധിക്കില്ല. ഒരു പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വേണം വാഹനം പാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഇവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അവിടെ ഇവിടെയുമായിട്ട് വാഹനം പാർക്ക് ചെയ്യരുത്, നമ്മൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത അകത്തേക്ക് പ്രവേശിച്ചത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് സ്വീകരിക്കില്ല. ഒന്നെങ്കിൽ ഗൂഗിൾ പേ, അതല്ല എങ്കിൽ നമ്മൾ കാർഡ് കൊടുക്കണം.
കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ക്യാഷ് സ്വീകരിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് അവരവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഒരു മുതിർന്ന ആൾക്ക് 50 രൂപയാണ് ഫീ ഈടാക്കുന്നത്, പിന്നെ കാറിന് 30 രൂപ. ഇനി മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ മറ്റ് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല. വലിച്ചെറിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു 5000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതിൻ്റെ ബോർഡുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ പുകവലിക്കുകയോ മദ്യപാനമോ ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപയാണ് അതിൻ്റെ പിഴ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നിയമങ്ങൾ തീരുന്നില്ല, നിയമങ്ങൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ബാക്കിയുള്ള കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും മനോഹരമായ ഈ പാത പിന്തുടർന്ന് നമ്മൾ പാണിയേലിപ്പോര് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. പാണിയേലിപ്പോരെന്ന് പറയുന്നത് വളരെ മനോഹരമായി ഒഴുകുന്ന പെരിയാറിൻ്റെ ഒരു ഭാഗമാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമായൊരു പ്രദേശമാണ്. ചുറ്റും വനമാണ്, വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആന ഉൾപ്പെടെ ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇതുവരെയും ആന ഒരാളെയും ഇവിടെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ വനസംരക്ഷണ സമിതിയുടെ കുറച്ച് ഗൈഡുമാരുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് കടത്തിവിടുന്നതാണ്. പിന്നെ പോകുന്ന വഴിയിലാണെങ്കിലും കൈവരികൾ തീർത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാർ പുഴയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് പോയി പുഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ആ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പാണിയേലിപ്പോര് വരികയാണെങ്കിൽ കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. പക്ഷേ മഴക്കാല സമയങ്ങളിൽ ഇതൊന്നും അനുവദിക്കുന്നതല്ല. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് പ്രധാനമായിട്ടും അതിനുള്ള സൗകര്യം. ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുഴയിൽ കുളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറിൻ്റെ അവിടെ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് എന്തായാലും പുഴയിൽ അവർ ഇറക്കില്ല. ഇപ്പോൾ മഴ സമയമാണ്, വെള്ളം കൂടുതലാണ്, അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇപ്പോൾ അനുവദിക്കാത്തത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സന്ദർശകർക്ക് ധാരാളം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക റൂം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ പുഴയിലൊക്കെ കുളിച്ച് കഴിയുമ്പോൾ ഡ്രസ്സ് മാറാനായിട്ട് അതിനു വേണ്ടിയിട്ടും ഒരു പ്രത്യേക റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഭക്ഷണശാലകൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ചായ കുടിക്കാനും വിശപ്പകറ്റാനും ദാഹം ശമിപ്പിക്കാനൊക്കെയുള്ള സജ്ജീകരണങ്ങളും ഈ പാതയ്ക്ക് ഇരുവശത്തുമുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വരുന്ന സന്ദർശകർക്ക് സൗകര്യപ്രദമായിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാണിയേലിപ്പോര് എക്കോ ടൂറിസം സെൻറ്റർ. നമ്മളങ്ങനെ മനോഹരമായിട്ടുള്ള ആ വനപാത, വൃക്ഷനിബിഡമായിട്ടുള്ള ആ വനപാതയൊക്കെ പിന്തുടർന്ന് നമ്മൾ മുന്നോട്ട് നടന്ന് ഇവിടെ നദീതീരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പാണിയേലിപ്പോരെന്നാണ്. എന്താണ് ഈ പാണിയേലിപ്പോര്, എങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാണിയേലിപ്പോര് എന്ന നാമം ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരാളെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ വനസംരക്ഷണ സമിതിയിൽ ജോലിയെടുക്കുന്ന ശശിയേട്ടൻ. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഈ സ്ഥലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ഇവിടെ എന്തായിട്ടാണ് ജോലി എടുക്കുന്നത്? ഒരു ഗൈഡായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചേട്ടൻ്റെ ജോലി? എൻ്റെ ഇവിടെ വരുന്ന ആൾക്കാരെ വണ്ണം നിയന്ത്രിച്ച് വഴികാട്ടി കൊടുത്തു കൊണ്ടുപോകുക. അതാണ് നിയന്ത്രിച്ചിട്ട് വഴികാട്ടിയായിട്ട് അല്ലേ, അവരെ നിയന്ത്രിച്ച് കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാണിയേലിപ്പോരെന്ന് പറയാനുള്ള കാരണം പാണിയിൽ നിന്ന് സ്ഥലപ്പേരാണ്. പോരിലെന്ന് പറയുന്നത് അവിടെ ഒരു 3 വെള്ളച്ചാട്ടം ചേരുന്നുണ്ട്. അപ്പോൾ 3 അങ്ങോട്ട് വന്നതാണ് ആ വെള്ളച്ചാട്ടത്തിനാണ് ഈ പോരെന്ന് പറയുന്നത്. 3 സ്ഥലത്തുനിന്ന് ഒന്ന് സംഗമിക്കുകയാണ്. അതങ്ങനെയാണ്. ഇത് പെരിയാർ നദിയാണല്ലോ. പെരിയാർ നദിയാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ പെരിയാർ നദിയിലുള്ളതല്ലേ? അങ്ങനെയല്ലേ? ഇവിടെ പൂതത്താൻകെട്ടിന് താഴെയുള്ള സ്ഥലമാണ്. പൂതത്താൻകെട്ടിന് താഴെയുള്ള. അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ പെരിയാർ 3 ആയിട്ട് തിരിയും അല്ലേ, അങ്ങനെയാണോ? അല്ലല്ല, ഇതിൻ്റെ മുകളിൽ വെച്ച് തന്നെ 3 കഷ്ണങ്ങളായിട്ട് തിരിയാണ് പെരിയാർ. അപ്പോൾ അങ്ങനെ വന്ന ഈ 3 സ്ഥലത്തിന് ഒരു സ്ഥലത്ത് കൂടും. അപ്പോൾ ഈ സ്ഥലത്താണ് പെരിയാർ, എന്നിട്ട് 3 ആയിട്ട് തിരിഞ്ഞ പെരിയാർ ഈ സ്ഥലത്ത് വന്ന് ഒന്നാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നിന്നുള്ളതാണ് പിന്നെ പെരിയാർ അങ്ങോട്ട്, എന്നിട്ട് പെരിയാർ പിന്നെ വീണ്ടും അങ്ങോട്ട് ഒഴുകുകയാണ്. അത് ശരി. ഈ ഭാഗത്ത് പുഴ വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഒഴുകുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ പൊതുവേ ഇവിടെ എങ്ങനെയാണ്, പുഴ അപകടകരമാണോ? അപകടമാണ്. ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള. എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്? 96 പേര്. 96 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഇവിടെ ഗൈഡെങ്കിൽ ഒന്നുമില്ല, അതൊന്നും തുടങ്ങിയില്ല. 2005-ലാണ് തുടങ്ങണത്.
ഓ അത് ശരി. അപ്പൊ ഈ മരണങ്ങൾ ഒഴിവാക്കിയാണ് ചേട്ടൻ്റെയൊക്കെ ജോലി. ആൾക്കാരെ നിയന്ത്രിച്ച് പുഴയിൽ ഇറങ്ങാതെ നിർത്തുക. നോക്കുക. അപ്പൊ ഇങ്ങനെ 96 മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വനസംരക്ഷണ സമിതി ഇവിടെ ഒരു നിങ്ങളെ പോലുള്ള ആൾക്കാരെയൊക്കെ നിയമിച്ചിട്ട് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അങ്ങനെയല്ലേ ചേട്ടാ? ഇവിടെ ഒരുപാട് മരണം ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഈ വരുന്ന വഴി ഇവിടെ പിന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നൊരു ബോർഡൊക്കെ കണ്ടിരുന്നു. അപ്പം ഈ മരണമുള്ള ഒരു സ്ഥലത്ത് കുളിക്കാനായിട്ട് എങ്ങനെയാണ് അനുവദിക്കുന്നത്? എല്ലാ സ്ഥലവും ഇല്ല, അതിനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതിന് ഞങ്ങൾ ഗൈഡുകൾ പറയും അവിടെ ഇറങ്ങി കുളിച്ചോ. അവിടെ വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് ഇറക്കുള്ളൂ, എല്ലാ സ്ഥലത്തും ഇറക്കൂല. അതേപോലെ ഈ കുളിക്കുന്നത് എല്ലാ സീസണിലും അനുവദിക്കുമോ? മഴക്കാലത്ത് വർഷക്കാലത്ത് അനുവദിക്കില്ല. ഇല്ല, ഇപ്പൊ കുളിക്കാൻ അനുവദിക്കില്ല. അപ്പൊ ഇപ്പൊ കുളിക്കാൻ ജനുവരി മുതൽ ഡിസംബർ അവസാനം മുതൽ മെയ് 31 വരെയാണ് കുളിക്കാൻ അനുവദിക്കുന്നത്. പിന്നെ ഇതിന്റെ ചുറ്റും വനമാണ്. നമ്മൾ വനത്തിനകത്തൂടെയാണ് വന്നത്. ഈ വനത്തിന്റെ അകത്തൂടെ ഒരു പാത, വൃക്ഷനിബിഡമായ ഒരു പാതയിലൂടെയാണ് കടന്നു വന്ന് നമ്മൾ ഈ ഒരു തുറസായ സ്ഥലത്ത് ഈ നദിയുടെ കരയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ പലയിടത്തും ഇങ്ങനെ എലിഫന്റ് ക്രോസിങ്, ആന ഇങ്ങനെ കടന്നു പോകുന്ന വഴിയാണെന്ന് ബോർഡ് കണ്ട്. ആന ഈ സ്ഥലത്തുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. ഇത് നമ്മൾ നിൽക്കുന്ന ഒരു വഴിയാണ് ആന വരുന്നു തന്നെ. ഇതൊരു ആനത്താരയാണോ? ആനത്താരയാണ്. കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. അപ്പൊ ആന ഈ നദി കടന്നൊക്കെ പോകും, നീന്തി കടന്നു പാസ് ചെയ്യും. അത് നമ്മൾക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടോ? ഇല്ല, നമ്മൾക്ക് വലിയ ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരെയോ അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ശശിയേട്ടൻ നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ. അദ്ദേഹം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ, തദ്ദേശീയരായിട്ടുള്ളതും ഇങ്ങനെ ഗൈഡായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഭാഗ്യവശാൽ നമുക്ക് ശശിയേട്ടനെ പരിചയപ്പെടാനും അദ്ദേഹത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ ശശിയേട്ടാ നന്ദി, ഇത്രയും വിവരമൊക്കെ പറഞ്ഞു തന്നെ. ശരി. അപ്പോൾ എന്തായാലും ശശിയേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, പാണിയേലി പോരിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ ശശിയേട്ടനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നല്ല മഴ അങ്ങ് പെയ്തു. ഈ മഴ നമ്മളെ വിട്ട് പോകില്ല എന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ യാത്രകളിലെല്ലാം നമ്മോടൊപ്പം കൂടിയിരിക്കുകയാണ് മഴ സമയമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിങ്ങനെയൊക്കെ ഇപ്പോൾ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പാണിയേലിപ്പോര് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല. പാണിയേലിപ്പോര് എന്താണ്, അതിൻ്റെ നാമത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പാണിയേലിപ്പോരെന്ന് പറയുന്നത് പെരിയാറ് ഭൂതത്താൻകെട്ടിൽ നിന്ന് ഒഴുകി മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും 3 പിരിയും. നടുക്കൂടെ ഒന്ന് വരും, സൈഡിൽ കൂടെ 2 വരും. അങ്ങനെ ഇവർ ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയൊരു വെള്ളച്ചാട്ടം പോലെ താഴേക്ക് വന്ന് ഒന്നിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ, ഈ വെള്ളം തമ്മിൽ പോരടിക്കുന്നതിനാണ് ഈ പാണിയേലി പോര് എന്ന് പറയുന്നത്. പാണിയേലി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പോര് എന്ന് പറയുന്നത് അതിനോട് അവർ സാമ്യപ്പെടുത്തി. അങ്ങനെ പാണിയേലി പോര് എന്ന ആ ഒരു നാമം കിട്ടിയത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് ചേട്ടൻ പിന്നീടാണ് പറഞ്ഞത്. മഴ പെയ്തുകൊണ്ട് പിന്നീട് ചിത്രീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഒരുപാട് വർഷം മുൻപ് ഈറ്റ, അതോടൊപ്പം തന്നെ തടി, ഇവിടെയൊക്കെ ഈറ്റ വെട്ടുന്ന സ്ഥലമുണ്ട്. ഈ കുട്ടമ്പുഴയും അതോടൊപ്പം തന്നെ തട്ടേക്കാട് ഭാഗങ്ങളിലൊക്കെ ഈറ്റ വെട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈറ്റ വെട്ടിയതിന് ശേഷം ഈ കാണുന്ന പെരിയാറ്റിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്ന് പെരുമ്പാവൂരിലേക്കും ആലുവയിലേക്കും ഒക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പാണിയേലി എന്ന സ്ഥലത്തെത്തുമ്പോഴത്തേനും ഈ വെള്ളം കടന്നു പോകാനായിട്ട്, ഈ തടിയുമായിട്ട് അല്ലെങ്കിൽ ഈറ്റയുമായിട്ട് കടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തടി അല്ലെങ്കിൽ ഈ ഈറ്റ കൊണ്ടുവരുന്ന ചേട്ടന്മാർ ഇതുമായിട്ട് മല്ല് പിടിക്കും. അവരുദ്ദേശിക്കുന്ന ഒരു വഴിയിലൂടെ മാത്രമേ കടത്തിക്കൊണ്ട് പോകേണ്ടത്. 3 പിരിയുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു വഴിയിലൂടെ വേണം ഇത് കൊണ്ടുപോകാനായിട്ട്, അത്യാവശ്യം സേഫായിട്ട്, അല്ലെങ്കിൽ ഈറ്റ കൊടിഞ്ഞു പോകും. അങ്ങനെ ആ ഒരു സ്ഥലം എത്തുമ്പോഴത്തേനും അവർ ഈ തടിയും ഈറ്റയും ജലമൊക്കെ ആയിട്ട് മല്ല് പിടിച്ചിട്ട് അവരുദ്ദേശിക്കുന്ന വഴിയിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു പോരാണ്, ഈ വെള്ളവുമായിട്ട് അവർ പോരടിക്കുകയാണ്. അങ്ങനെയും ഈ ഒരു സ്ഥലത്തിന് പാണിയേലി പോര് എന്ന പേര് വന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അനുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. ഇപ്പോഴും മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഒന്ന് കുറഞ്ഞ സമയത്താണ് ഇപ്പോൾ നിങ്ങളോട് ബാക്കി സംസാരിച്ചത്. അപ്പോൾ ഈ പാണിയേലി പോര് കാണാനായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് സാധിക്കില്ല. ആ വെള്ളച്ചാട്ടം, ആ 3 സംഗമിക്കുന്ന ഒരു സ്ഥലം കാണാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കില്ല. കാരണം ഈ വെള്ളം ശക്തമായിട്ട് ഒഴുകുന്നു. നമുക്ക് നടന്നു പോകേണ്ട വഴി ഈ കാണുന്നതാണ്. ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് വേണം ആ ഒരു ഭാഗത്ത് പോയിട്ട് കാണാനായിട്ട്. അപ്പോൾ മഴക്കാല സമയങ്ങളിൽ സ്വാഭാവികമായിട്ട് നടക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല ആഴമാണ്, നല്ല ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കിപ്പോൾ അങ്ങോട്ട് കടന്നു പോയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും വെള്ളം കാണില്ല. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ആ പാണിയേലി പോര് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിക്കും. അന്ന് വെള്ളമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ ആ ഒരു സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ശശിയേട്ടൻ പറഞ്ഞത് അഗാധമായ ഗർത്തമുള്ള കുഴികളൊക്കെ ഉണ്ടെന്നാണ് ശശിയേട്ടൻ പറഞ്ഞത്. ഇത്രയും ഗർത്തങ്ങൾ പല ഭാഗങ്ങളിൽ, ഈ പുഴയുടെ പല ഭാഗങ്ങളിൽ അതുപോലത്തെ ഗർത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഈ പുഴയിൽ പോയിട്ട് മരണപ്പെടുന്നത്. ഈ കുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അദ്ദേഹം പറഞ്ഞില്ലേ ഏകദേശം 93-92 പേരോളം മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഓരോ വർഷങ്ങളിലും 7 മുതൽ 12 പേര് വരെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ ഗൈഡിൻ്റെയൊക്കെ സാന്നിധ്യം വന്നതോടുകൂടി ഈ മരണങ്ങളൊന്നും ഇല്ലാതായി. എന്തായാലും വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഇനി എങ്ങനെ ഈ പാണിയേലിപ്പോരിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. പാണിയേലിപ്പോരിലേക്ക് എത്തിച്ചേരാനായിട്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലം കോതമംഗലമാണ്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്ററിനുള്ളിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. നിങ്ങൾക്കും ഈ ഒരു സ്ഥലം വന്ന് സന്ദർശിച്ച് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനും വേനൽക്കാലത്താണ് വരുന്നതെങ്കിൽ പുഴയിൽ കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ വന്ന് എൻജോയ് ചെയ്യുക. പാണിയേലിപ്പോര് എക്കോ ടൂറിസം സെൻറ്ററിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു സമയമുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ്. അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാനും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മഴ നമ്മളെ വിട്ടുമാറുന്നില്ല. നമുക്കിനി എത്രയും പെട്ടെന്ന് തിരിച്ച് നടന്ന് നേരെ കാറിലേക്ക് പോകാം. പോകുന്ന വഴിയിൽ 1-2 കടകളുണ്ട് പറഞ്ഞിരുന്നല്ലോ നമ്മൾ വരുന്ന വഴിക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയും കൂടെ കുടിക്കാം. ചായയും കൂടെ കുടിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് നടന്ന് കാറിലേക്ക് പോയിട്ട് കാറെടുത്തിനി ഒരു സ്ഥലം കൂടി പോകാനുണ്ട്. മഴ എങ്ങനെയാണ് എന്നൊക്കെ നോക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. അതെന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തിയതിന് ശേഷം പറയാം. അങ്ങനെ എന്തായാലും വനവാതിലൂടെ വേഗത്തിൽ നടന്ന് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഒരു ചായ കുടിക്കണമെന്ന്, അങ്ങനെ ചായ കുടിച്ചു. ചെറിയൊരു ടീ ഷോപ്പ്, അവിടെ കയറി ചായ കുടിച്ചു. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയായിക്കോട്ടെ കുറച്ച് നേരം സംസാരിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ആനശല്യം വളരെ രൂക്ഷമാണ്, അവരുടെ കൃഷിസ്ഥലത്തേക്കൊക്കെ ആനകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പണ്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ആനശല്യം രൂക്ഷമാണെന്ന് പറഞ്ഞു. അവരുടെ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ്. പല കൃഷികൾ, വാഴയാണെങ്കിലും തെങ്ങാണെങ്കിലും പിന്നെ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിങ്ങനെ ആന നശിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കൃഷി ഇത് എന്തായാലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലത്തെ ചെറിയ കടകളൊക്കെ ഇട്ട് വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം വെച്ചിട്ടൊക്കെയാണ് അവർ താമസിക്കുന്നത്. പിന്നെ അവിടുത്തെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വനശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ഒരു സാലറിയൊക്കെ വെച്ചിട്ടാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരാം. നമ്മളങ്ങനെ പാണിയേലിപ്പോരിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ പറയാതിരുന്നത് മഴ ഒരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പോഴും മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അവിടെ പെയ്ത അത്ര മഴ എന്തായാലും ഇങ്ങോട്ട് പെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തൂളിപ്പോയതേ ഉള്ളൂ, ശക്തമായ മഴയൊന്നും പെയ്യുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരിങ്ങോൾക്കാവ് ക്ഷേത്ര പരിസരത്താണ്. എൻ്റെ തൊട്ടുപുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷേത്രം കാണാൻ സാധിക്കും. ഈ ഒരു ക്ഷേത്രം എറണാകുളം ജില്ലയിൽപ്പെട്ട കുറേയേറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് മുതൽ പ്രകൃതിയുടെ ഭംഗി കൂടുതലായിട്ടും ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വനത്തിനുള്ളിലാണ്, ഒരു കാടിനുള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല പെരുമ്പാവൂരിലേക്ക്, ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുള്ളൂ. അത്രയും നഗരത്തിനോട് ചേർന്ന് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഇങ്ങനെ പെരുമ്പാവൂരിനോട് ചേർന്ന് ഇത്രയും മനോഹരമായ ഈ കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയില്ലാത്ത ആൾക്കാർക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം. കാരണം നഗരമധ്യത്തിനോട് ചേർന്ന് മനോഹരമായ ഈ ഒരു കാടും ഈ ഒരു ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുൻപ് ഒരു കാര്യമുണ്ട്, നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് പെർമിഷൻ വാങ്ങണം. നമുക്ക് ഈ ഒരു സ്ഥലത്ത് എല്ലാവർക്കും വന്ന് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. പല സ്ഥലങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട്, വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ്. വീഡിയോ ചിത്രീകരിക്കാനായിട്ടുള്ള അനുവാദം നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അനുവാദം വാങ്ങിക്കണം. അങ്ങനെ ഇവിടെയുള്ള ഒരു ജീവനക്കാരനോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് അനുവാദം വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം. DSLR ക്യാമറയൊന്നും ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കില്ല കേട്ടോ. മൊബൈലിലേക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ക്ഷേത്ര പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനൊക്കെ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ പട്ടണത്തിനോട് ചേർന്ന് ഉള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രാങ്കണത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇരിങ്ങോൾക്കാവെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷവും സമാധാനവും ഒക്കെ മനസ്സിന് കിട്ടുന്ന ഒരു പരിസരമാണ്. എന്തെന്നാൽ ഇതൊരു 56 ഏക്കർ ഉള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു വനത്തിന് മധ്യത്തിലുള്ളൊരു ക്ഷേത്രമാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായിട്ടുള്ള വൃക്ഷലതാദികളൊക്കെ എങ്ങും കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് പക്ഷികളുടെയൊക്കെ കളകൂജനങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ശ്രവിക്കാനാകും. നമ്മൾ ഒരു സ്വാഭാവിക വനത്തിൽ പ്രവേശിച്ചാൽ നമ്മൾ കേൾക്കുന്ന മാതിരിയുള്ള ചീവീടുകളുടെ ഒച്ചയും നമുക്ക് കേൾക്കാനാകും. ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ പട്ടണത്തിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഇരിങ്ങോൾക്കാവ്. ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രമൊന്നും ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിത്രം ആർക്കും പറയാനാവില്ല. എന്നിരുന്നാലും ഒരു 28 ബ്രാഹ്മണ കുടുംബങ്ങളുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രവും അതിൻ്റെ നടത്തിപ്പുമൊക്കെ. പിന്നീട് 1945
തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകാലത്ത് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുകയാണ് ഉണ്ടായത്. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നായിരുന്നു ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ. പിന്നീട് 1963 സർക്കാർ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല എന്ന നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ 1980 ഇതിൻ്റെ ഉടമസ്ഥർ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇരിങ്ങോൽക്കാവിൻ്റെയും അതിൻ്റെ വസ്തുവകകളുടെയും ഒക്കെ നിയന്ത്രണവും ചുമതലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. ഇവിടെ ദുർഗാദേവി 3 ഭാവങ്ങളിലാണുള്ളത്. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ഭദ്രകാളി, വൈകിട്ട് ദുർഗ എന്നിങ്ങനെയാണ് ആ ഭാവങ്ങൾ. പിന്നെ ഈ ക്ഷേത്രത്തിന് കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹങ്ങൾ നടത്താറില്ല. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഇരിങ്ങോൽ പൂരമാണ്. ഇത് മാർച്ച് മാസങ്ങളിലാണ് സാധാരണ നടത്തപ്പെടുന്നത്. ഇവിടെ നടത്തപ്പെടുന്ന ഇരിങ്ങോൽ പൂരത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഘോഷയാത്രകളിലും ആഘോഷങ്ങളിലും കൊമ്പനാനയെ അവർ എഴുന്നള്ളിക്കാറില്ല, പിടിയാനയാണ് എഴുന്നള്ളിക്കാറുള്ളത്. ഇരിങ്ങോൽക്കാവിലേക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്ര നട തുറക്കുന്നത് രാവിലെ 5 മണി മുതൽ 11 മണി വരെയും ഉച്ച കഴിഞ്ഞ് 5 മണി മുതൽ 8 മണി വരെയുമാണ്. ഇതൊക്കെ തന്നെയാണ് ഇരിങ്ങോൽക്കാവിലെ വിശേഷങ്ങളൊക്കെ. ഇനി നമ്മൾക്ക് ക്ഷേത്ര പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇരുവശങ്ങളിലായിട്ട് സ്വാഭാവികവും നിബിഡവുമായ വനം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഒരു റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. ശരിക്കും ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണിത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുമ്പാവൂർ പട്ടണത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ക്ഷേത്ര പരിസരവും അതിനോട് ചുറ്റപ്പെട്ട ഈ വനപ്രദേശവും ഒക്കെ ഉള്ളത്. നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വനത്തിലൂടെയുള്ള പാതയുടെ ഇരുവശത്തും വളരെ മനോഹരമായിട്ടുള്ള വനമാണുള്ളത്. ഒരുപാട് വൃക്ഷലതാദികളും വള്ളിപ്പടർപ്പുകളും പക്ഷികളും ചീവീടിൻ്റെ ഒച്ചയുമൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത് ഈ വനത്തിൽ പാമ്പുകളില്ല എന്നതാണ്. നമ്മൾ ഈ വനപ്രദേശം നോക്കി കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു റിസർവ് ഫോറസ്റ്റ് പോലെയാണ് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ അനുഭവപ്പെടുക. പക്ഷേ അങ്ങനെയല്ല, ഇത് മനുഷ്യൻ്റെ യാതൊരു കടന്നുകയറ്റവും ഇല്ലാതെ വളർന്ന് പന്തലിച്ച് വന്നിട്ടുള്ള ഒരു വനപ്രദേശമാണ്. നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ ധാരാളം കാവുകൾ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാവുകളുടെ ചുറ്റും മനുഷ്യൻ്റെ കയ്യേറ്റങ്ങളും കൈകടത്തലും ഇല്ലാത്തത് കാരണം ധാരാളം വനങ്ങൾ സ്വാഭാവികമായിട്ട് വളർന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ കാവുകളൊക്കെ ഒരുപാട് നശിക്കപ്പെട്ടു. കാവുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാവുകൾ ശരിക്കും ഒരു മിനി ഫോറസ്റ്റാണ്. ഒരു ജൈവ വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ് ഈ കാവുകളൊക്കെ പഴയ കാലത്ത്. അപ്പോൾ അവിടെ സർപ്പങ്ങളും പക്ഷികളും ഒരുപാട് ഉരകങ്ങളുമൊക്കെ വസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതുകൂടാതെ കാവിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ കാവ് നമ്മളുടെ പെയ്യുന്ന മഴയെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത്, ഭൂമിയിലേക്ക് ജലം ആഗിരണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളീ നിൽക്കുന്ന കാവും ഇതിൻ്റെ ചുറ്റുമുള്ള ഈ വനപ്രദേശമൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് പടർന്ന് പന്തലിച്ച് വളർന്ന് വികസിച്ച് വന്നിട്ടുള്ള ഒരു ജൈവ വൈവിധ്യ പ്രദേശമാണ്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആ കാട്ടിലൂടെ അല്ലെങ്കിൽ ആ വനപാതയിലൂടെ കുറച്ച് ദൂരം നടന്നു വന്ന് നമ്മളിപ്പോൾ കൽവിളക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു കൽവിളക്ക്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കൽവിളക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഉത്സവ സമയത്ത് നേരത്തെ സാറ് പറഞ്ഞല്ലോ മാർച്ച് മാസത്തിൽ ഇവിടെ പ്രധാന ഉത്സവം നടക്കുന്നു അല്ലെങ്കിൽ പൂരം നടക്കുന്നു. ആ ഒരു സമയത്ത് ഈ കൽവിളക്കിൽ വിളക്ക് കൊളുത്തിയിട്ടാണ് പൂരത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു കൽവിളക്കിനുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു കൽവിളക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാതയുണ്ടല്ലോ, നമ്മളിപ്പോൾ നടന്നു വന്ന പാത, ഈ ഒരു പാത മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. ഇതിനോട് ചേർന്ന് വശങ്ങളിലേക്ക് 4 വശങ്ങളിലേക്കും ഇതുപോലത്തെ ചെറിയ പാതകൾ കാണാം. അത് 4 വനത്തിനുള്ളിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത്. അതിൽ ക്ഷേത്രത്തിന് മുൻപിലുള്ള പ്രധാന പാതയിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഈ കൽവിളക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നതും. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് മുന്നോട്ട് പോയ കാഴ്ചകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ റോഡാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന മറുവശത്താണ്. അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിന് അവിടെ പോയിട്ട് അവിടെ നിന്ന് നടന്നിട്ട് വേണം കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനും അവിടെ നിന്ന് വാഹനം എടുത്ത് നമുക്ക് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം അല്ലേ സാറേ? ഓക്കെ, തിരിച്ചു നടക്കാം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ആ വനത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. നമ്മുടെ കാറ് ആ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവാണ്.
ഇപ്പോൾ ഈ വരുന്ന വഴിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ കാർ പാർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ബൈക്ക് പാർക്ക് ചെയ്യാൻ പോലും സൗകര്യം ഇവിടെ കുറവാണ്. കുറച്ച് സൈഡിലൊക്കെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് ക്ഷേത്ര ദർശനത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിച്ചത് നെരിമംഗലത്ത് നിന്ന് ഇഞ്ചത്തൊട്ടിയിൽ നിന്ന് പാണിയേലിപ്പോരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം നമ്മൾ ഇരിങ്ങോൽക്കാവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. മഴയൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇരുണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. എന്തായാലും നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു സാവകാശം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ. യെസ്, ബൈ.